നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഇതെന്താടാ തേങ്ങ വിറ്റതിന്റെ വീതം കുറവാണല്ലോ. കയ്യിലെ കാശെണ്ണി തിട്ടപ്പെടുന്നതിനിടയിൽ മേഘൻ അരികിൽ നിന്ന മണിയനോട് തിരക്കി. അത് ഈ കള്ളത്തേണ്ടി മുക്കിക്കാണൂടാ. രാഹു ഏർമാടത്തിരുന്നോണ്ട് വിളിച്ചു പറഞ്ഞു. ഉങ്ക പഴക്കം എനിക്ക് കിടയാത്. മണി രാഹുലിനെ നോക്കി പറഞ്ഞു. പിന്നെ ബാക്കി കാശ് എവിടെയാടാ? നീ രാവിലെ പുട്ടുണ്ടാക്കി തിന്നാ? രാഹു അവനെ പല്ലിയടിച്ചുകൊണ്ട് ചോദിച്ചു. രാഹു! മേഘന്റെ ശാസനയോടെയുള്ള വിളി വന്നു. അവൻ ചുണ്ടുകൊട്ടിക്കൊണ്ട് തിരിഞ്ഞിരുന്നു. തമ്പ്ര ഇന്ത വാട്ടി കായ് കൊഞ്ചതാ കിടച്ചിരിക്ക്, അതിനാൽ ദാ കാശ് കുറഞ്ഞു പോയിടിച്ച്. അവൻ മേഘനെ നോക്കി പറഞ്ഞു. നീ അതിന് വേണ്ട എന്താന്ന് വെച്ചാൽ കണ്ടറിഞ്ഞ് ചെയ്യും. ഞാൻ കാര്യസ്ഥൻ കൃഷ്ണനോട് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചോളാം. ദാ നീ ഇത് വെച്ചോ. അവൻ കുറച്ച് പൈസ മണിയിൽ നിനക്ക് നീട്ടി. അയ്യോ വേന തമ്പ്ര, അവനത് വാങ്ങാനുള്ള മടിയോടെ പറഞ്ഞു. ഒറ്റ വീക്കങ്ങ് വെച്ചെന്നാലുണ്ടല്ലോ വീരിക്കണോ കോപ്പ ചെയ്ത്. അവൻ കൈമുട്ട് മണിക്ക് അവൻ ഇടിക്കാൻ പോകുന്ന പോലെ കാണിച്ചുകൊണ്ട് കയർത്തു. മണിയൻ വേഗം അത് കൈ നീട്ടി വാങ്ങി. ഞാൻ പോവാ, രുദ്രനോട് ഒറ്റക്ക. അവൻ പറഞ്ഞുകൊണ്ട് ഏർമാടത്തിൽ കിടക്കുന്നവനെ നോക്കി. ഡാ രാഹു, നീ വരുന്നുണ്ടേ വാ. അവനവിടെ കമിഴ്ന്ന് കിടക്കുന്നവനെ നോക്കി വിളിച്ചു പറഞ്ഞു. ഞാനില്ല. അവൻ മുഖമുയർത്തി നോക്കാതെ കൊഴിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. മേഘൻ ടോർച്ചും കത്തിച്ച് വരമ്പിലൂടെ തിരിഞ്ഞു നടന്നു. കുറച്ച് മുന്നോട്ട് പോയത് അവൻ കാണുന്നത് തോട്ടുവക്കിൽ കാലം നീട്ടിയിരിക്കുന്ന ഒരു രൂപത്തെയാണ്. ആരാണത്? അവൻ ടോർച്ച് ആ രൂപത്തിന് നേർക്ക് അടിച്ചുകൊണ്ട് ശബ്ദത്തിൽ ചോദിച്ചു. തനിക്ക് മേലേക്ക് വന്നു വെച്ച വെളിച്ചത്തിൽ നെറ്റി വിളിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കി. അയ്യേ, ഈ തെണ്ടിയായിരുന്നു. ഇവനത് താമസം ഇങ്ങോട്ടേക്ക് മാറ്റിയോ? മുന്നിരിക്കുന്ന ഇന്ദ്രനെ കണ്ടതും മേഘൻ നെറ്റി വിളിച്ച് സ്വയം ചോദിച്ചുകൊണ്ട് അവനരികിലേക്ക് ചൂടുവെച്ചു. നീ എന്താണ് കോപ്പി ഈ സമയത്ത് ഇവിടെ? നിന്നെ ആ വിറകുള്ളി കാർന്നൊരു അടിച്ച് വെളി കളഞ്ഞോ? അവൻ മടക്കി കുത്തിയ മുണ്ടഴിച്ച് അവനരികിലേക്ക് ഇരുന്നുകൊണ്ട് പുച്ഛത്തോടെ ചോദിച്ചു. അത് കേട്ടതും ഇന്ദ്രൻ അവനെ നോക്കിയൊന്ന് പല്ലിയടിച്ചു. ഓ, അതിങ്ങനെ ഇപ്പോഴേക്ക് അടിച്ചു പൊട്ടിക്കണ്ട. അടുത്ത മാസം എനിക്ക് അടിച്ചു പൊളിക്കാനുള്ളതാ. മറന്നോ? അടുത്ത മാസം നമ്മുടെ മല്ലയുദ്ധം. മേഘൻ തന്നെ നോക്കി പല്ലിയടിക്കുന്ന ഇന്ദ്രനോട് പുച്ഛമാരി വിതറിക്കൊണ്ട് പറഞ്ഞു. നിന്നെ എന്തിനാണ് ആ കോടാലിപ്പ് ഇങ്ങോട്ട് കിട്ടിയെടുത്ത്? ഇന്ദ്രൻ അവനെ നോക്കി പല്ലിയടിച്ചോട് ചോദിച്ചു. നിന്റെ വായിറ എന്തേ? മേഘൻ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. ഇവിടെ ഇരുന്ന് എന്റെ ചെവി തിന്നാതെ എഴുന്നേറ്റ് പോട കോപ്പേ. ഇന്ദ്രൻ അവനെ നോക്കി ഈർഷ്യയോടെ പറഞ്ഞു. നീ ആരടാ കോപ്പേ എന്നോട് പോകാൻ പറയാൻ? നിനക്ക് വേണേ നീ എഴുന്നേറ്റ് പോടാ നാറി. മേഘൻ അവനെ നോക്കി പൂച്ചിച്ച് പറഞ്ഞുകൊണ്ട് പുറകിലേക്ക് കൈകുത്തിരുന്നു. ഇന്ദ്രൻ പിന്നെ അവനെ ശ്രദ്ധിക്കാൻ പോയില്ല. എന്തു പറ്റി ദേവേന്ദ്ര? നിന്റെ ആസനത്തിൽ ആരടാ കനല് കോരിയിട്ട്? ആ പല്ല് ഒഴിഞ്ഞ ഊന്നുപടിയായിരിക്കും അല്ലേടാ? മേഘൻ തരിക്കരികിൽ ഇരിക്കുന്നതിന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പ്രത്യേക ഇനത്തിൽ കളിയാക്കലോട് ചോദിച്ചു. അത് കേട്ട ഇന്ദ്രൻ അവനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നോക്കി. ആഹാ, അപ്പൊ ഊന്നുപടി കാര്യമായിട്ട് എന്തോ ഒപ്പിച്ചിട്ടുണ്ടല്ലോ. മേഘൻ ദേഷ്യം കൊണ്ട് ചുവന്ന് അവന്റെ മുഖം നോക്കി കളിയാക്കി ചിരിയോടെ പറഞ്ഞു. ദേ, ഞാൻ എന്റെ പിടിവിട്ട് നിൽക്കുക. വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂടാ പോകുന്നത് എനിക്ക് നല്ലത്. ഞാൻ നിന്നെ തിരിച്ചു തല്ലില്ല എന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണെങ്കിൽ നീ തല്ലിക്കോടാ. മേഘൻ അവർ നോക്കി ചുണ്ടുകൂട്ടി പറഞ്ഞു. കോപ്പ്. ഇന്ദ്രൻ മുറിർത്തുകൊണ്ട് നേരെ ഇരുന്നു. നിന്റെ തറവാട്ടിൽ പണ്ട് നീ ബാംഗ്ലൂർക്ക് നാട് കടത്തിയ ഒരു ഐറ്റം തിരികെ വന്നു എന്നറിഞ്ഞു. അവനോട് നീ പറഞ്ഞേക്ക് പഴയ പോലെ അവന്റെ ക്രിമികടിയായിട്ട് ഇറങ്ങാനാണെങ്കിൽ അന്ന് അവനെ വെറുതെ വിട്ട പോലെ ഇനിയൊരു വെറുതെ വിടൽ ഉണ്ടാവില്ലെന്ന്. അന്നത്തെ പോലെ അനിയനെ രക്ഷിക്കാൻ ഇടയിൽ കയറി വന്ന പൊന്നുമോനെ ലക്ഷ്മണ, നിന്റെ നെഞ്ചും കൂടും ഞാൻ കലക്കുവേ. മേഘൻ ഇന്ദ്രൻ നോക്കി കാര്യഭാവത്തിൽ പറഞ്ഞു. നീ എന്താന്ന് വെച്ചാ ചെയ്തോ. ഇന്ദ്രൻ അവനെ നോക്കി താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. അങ്ങനെയല്ലല്ലോ വേണ്ടത്. എന്തു പറ്റി? അവനോടുള്ള പാസം മൊത്തം നീരാവിയായോ? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. ഓ, ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ. സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അവനോടുള്ള പാസ് അല്പം കുറയുന്നതിൽ തെറ്റില്ല അല്ലേ? നിനക്ക് എന്താണ് നാറി വേണ്ടത്? ഇന്ദ്രൻ സായിട്ടോട് ചോദിച്ചു. നിന്റെ മനസ്സമാധാനം. മേഘൻ അവരെ നോക്കി എടുത്ത വായിക്ക് പറഞ്ഞു. അവന്റെ അമ്മൂമ്മയുടെ 16. ഇന്ദ്ര അവിടുന്ന് മുണ്ട് മടക്കി കുത്തി എഴുന്നേറ്റുകൊണ്ട് അലറി. ഹാ, പോവാതെയുടെ അറിവരെ. മേഘൻ അവിടുന്ന് ടോർച്ച് എടുത്ത് എഴുന്നേറ്റുകൊണ്ട് ബൈക്കിനടുത്തേക്ക് നടക്കുന്ന ഇന്ദ്രൻ നോക്കി വിളിച്ചു പറഞ്ഞു. പോളാ മാറി. ഇന്ദ്രൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി. ആ ഊന്നുവടിയെ ഞാൻ തിരക്കിന്ന് പറഞ്ഞേക്ക്. മേഘൻ വണ്ടി ഓടിച്ചു പോകുന്നതിന് നോക്കി വിളിച്ചു പറഞ്ഞു. അത് കേട്ടോ ഇന്ദ്രന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അതേ പുഞ്ചിരി പിന്തിരിഞ്ഞാടുന്ന മേഘന്റെ ചുണ്ടിൽ സ്ഥാനം പിടിച്ചു. രാത്രി മഴ നന്നായി തന്നെ പെയ്യുന്നുണ്ട്. അതിന്റെ തണുപ്പ് ദേഹത്തേക്ക് അരിച്ചിറങ്ങി തുടങ്ങിയതും അവൾ ഒന്നുകൂടി കൂടി കിടന്നു. അവൾക്കരികിൽ ഭിത്തിയോട് ചേർന്ന് തന്നെ കുഞ്ഞും ഉറങ്ങുന്നുണ്ട്. പെരുവിരൽ വായിലേക്ക് തിരികെ വെച്ചാണ് ആളുടെ ഉറക്കം. ഒരു ചെറിയ തുണി കൊണ്ട് കഴുത്തുവരെ പുതപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. നേരം കടന്നു പോകും തോറും തണുപ്പ് ഏറി വന്നു. സമയം ഏകദേശം 1:30 മണി കഴിഞ്ഞിട്ടുണ്ട്. നടുമുറ്റത്ത് അലച്ചു പെയ്യുന്ന മഴയുടെ ചാറ്റൽ അവന്റെ ഉറച്ച ശരീരത്തിലേക്ക് വന്ന് പതിക്കുന്നുണ്ട്. തോളൊപ്പം വളർന്നെത്തിയ ചുരുളൻ മുടി അവൻ പുറകിലേക്ക് കെട്ടിയൊതുക്കിയിട്ടുണ്ട്. ഓരോ ചുവട് മുന്നോട്ട് നടക്കുമ്പോഴും അവന്റെ കണ്ണുകൾ ചുറ്റിനും എന്തോ പരതുന്നുണ്ട്.
തനിക്ക് ചുറ്റിനും ആരുടെ കണ്ണുകൾ തന്നെ വീക്ഷിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അവൻ ചാരിക്കിടക്കുന്ന വാതിൽ പാളിയുടെ ഉള്ളിലേക്ക് എത്തി നോക്കി. ആ ചെറിയ വിടവിലൂടെ അകത്തേക്ക് നോക്കിയതും അവനുള്ളിൽ ഒരു ഇരുട്ടുകാരനൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ ചുറ്റും ഒന്നുകൂടെ കണ്ണോടിച്ച് പാതി ചാരി ആ വാതിൽ പയ്യെ തുറന്ന് അകത്തേക്ക് കയറി. പുറത്തുനിന്നുള്ള അരണ്ട വെളിച്ചത്തിലും ഇടയ്ക്കിടയ്ക്കുള്ള മിന്നലിന്റെ ചിത്രപ്പണിയിൽ അവൻ കണ്ടു കട്ടിലിൽ കൂനിക്കൂടി കിടക്കുന്ന ആ പെൺശരീരം. അവൻ ഉറങ്ങിക്കിടക്കുന്നവളെ മൊത്തമായി ഒന്ന് ഒഴിഞ്ഞു നോക്കി. മുറ്റത്തെ വെള്ളമന്താരപ്പൂക്കൾ അനുസ്മരിപ്പിക്കും വിധമുള്ള അവിടെ നൈർമല്യം തുളുമ്പുന്ന മുഖം. മിഴികൾ അടഞ്ഞു കിടക്കുമ്പോഴും ആ മുഖത്തെ കാണുമ്പോൾ രാവിന്റെ നിശബ്ദതക്ക് പോലും ഒരു കുനിഞ്ഞ ഭാവം വരുന്നു. ഒടുത്തിരിക്കുന്ന മുണ്ട് നേരിത് മലസമായ ആ മേനിയെ പൊതിഞ്ഞു കിടക്കുന്നുണ്ട്. നീണ്ട കേശം തലയിണയ്ക്ക് പിന്നിലേക്ക് ഒഴുകുന്നു, ഒരു നീരുറവ പോലെ. പാതി തുറന്നു കിടക്കുന്ന ജാലകത്തിലൂടെ അകത്തേക്ക് വരുന്ന മന്ദമാരുതൻ മിഴികളടച്ചുറങ്ങുന്നവളുടെ മുഖത്ത് തളിരൊഴുക്കുന്നു. കാതിലെ കിളിക്കൂട് കളപത്തലയിൽ പൊട്ടിച്ചിട്ട പോലെ മിന്നുന്നു. അതിന്റെ സ്വർണ്ണവർണ്ണ ആ മുഖത്തും പ്രതിഫലിക്കുന്നുണ്ട്. നിന്നെ മോഹിക്കുന്നതിൽ ആ ഇന്ദ്രനെ കുറ്റം പറയാൻ പറ്റില്ല നീലി. അവനറിയാതെ പറഞ്ഞുപോയി. അവന്റെ കൈകൾ അവളുടെ മുഖത്തിന് നേരെ നീണ്ടു. ശേഷം ആ മുഖത്ത് തൊട്ടില്ലെന്ന പോലെ ഒന്ന് തഴുകി. അവനവളൊരു കഥ പോലെ തോന്നി. ഇതുവരെ ആരാലും വായിച്ചു തീർക്കാൻ കഴിയാത്ത മനോഹരമായൊരു കഥ. ഇന്ദ്രൻ എനിക്ക് വേണ്ടി കാത്തുവച്ച കനി എന്തായാലും കൊള്ളാം. അവനൊന്ന് ചുണ്ടുണഞ്ഞോട് ചിന്തിച്ചു. അവൾ മറുവശത്ത് ചെരിഞ്ഞടക്കാൻ ആഞ്ഞു. അതൊന്ന് നോയിക്കൊണ്ട് അടുത്ത നിമിഷം അവൻ അവൾക്ക് ഇരുവശവും കൈകൾ കുത്തിവെച്ചുകൊണ്ട് അവളിലേക്ക് പൂർണ്ണമായി അമർന്നു. തന്റെ ദേഹത്തെ എന്തോ ഭാരമുള്ള വന്ന് അമർന്നു. അവൾ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. അവൾക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. കാര്യം മനസ്സിലായി വന്നതും അവൾ ഒച്ചവെക്കാൻ ഒരുങ്ങി. അത് മുൻകൂട്ടി കണ്ടവൻ പക്ഷെ അവളുടെ വായൊരു കൈകൊണ്ട് മൂടിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവൾ അനങ്ങാൻ സമ്മതിക്കാതെ അവളിലേക്കായി അമർന്നു കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ആ ബലിഷ്ഠമായ ശരീരത്തിനടിയിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ പിടച്ചിലുകളെല്ലാം അവനിൽ ഹരനിറക്കിയാണ് ഉണ്ടായത്. അവൾ കഴുത്ത് വെട്ടിച്ചു മാറ്റിക്കൊണ്ട് ശക്തിയിൽ കുതിറിയതും അവൻ അവളുടെ ഇടത് കഴുത്തിൽ അവന്റെ രാക്ഷസ ദന്തങ്ങൾ കുത്തിയിറക്കി. അത് സമ്മാനിച്ച വേദനയിൽ ഇപ്പോൾ താൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥയിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹൃദയം കീറി മുറിഞ്ഞ് രക്തം കിനിയുന്നത് അവൾ അറിഞ്ഞു. അവന്റെ ദേഹത്തിന്റെ ഭാരം അത് അവളിലെ പെണ്ണിനെ കീഴ്പ്പെടുത്താൻ പോന്നതായിരുന്നു. എന്നിട്ട് കൂടി അവനെ എതിർത്ത് നിൽക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. അവന്റെ മുഖം അത് അവൾ ഉടുത്തിരുന്ന് നേരിതും കടന്ന് നെഞ്ചിൽ പരുതി തുടങ്ങിയതും അവളുടെ വെപ്രാളവ് ഏറി വന്നു. ഏതോ ശക്തിയുടെ ബലത്തിൽ അവൾ അവനെ തള്ളി താഴേക്കിട്ടുകൊണ്ട് കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവൻ വീണപ്പോൾ അടുത്തുണ്ടായിരുന്ന ടേബിൾ കൈത്തട്ടി അവിടെ വെച്ചിരുന്ന എന്തെല്ലാമോ സാധനങ്ങൾ അവനൊപ്പം നിലംപതിച്ചു. അതിന്റെ ശബ്ദകോലാഹലത്തിൽ കുഞ്ഞെഴുന്നേറ്റ് ചിനിങ്ങിക്കരയാൻ തുടങ്ങിയതും താഴെ വീണവൻ അവിടുന്ന് വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് പാഞ്ഞു. നീലിയുടെ മനസ്സപ്പോഴും കഴിഞ്ഞുപോയ ഭീകര നിമിഷം സമ്മാനിച്ച വേദനയിലും ഭയത്തിലും വിട്ട് ഉളറുകയായിരുന്നു. ഉറക്കമുണർന്ന കുഞ്ഞിന്റെ കരച്ചിലോ ബഹളമോ ഒന്നും അവളിലേക്ക് എത്താത്ത വിധം അവളുടെ കാതുകൾ ഒരു നിമിഷത്തേക്ക് കൊട്ടിയടക്കപ്പെട്ടു പോയി. കഴുത്തിലെ മുറിപ്പാടിന്റെ നീറ്റിലിനേക്കാൾ അവളുടെ മനസ്സ് വെന്ത് നീറുന്നുണ്ടായിരുന്നു. അവളൊരു പൊട്ടിക്കരച്ചിലൂടെ താഴേക്ക് ഊർന്നിരുന്നു പോയി. താൻ ഇവിടെയും സുരക്ഷിതയല്ല എന്ന ചിന്ത അവളിൽ ഭീതിയുടെ വിത്തുകൾ പാകി. അവൾ വാ പൊത്തിപ്പിടിച്ച് ഏങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. മുറ്റത്തലച്ചു പെയ്യുന്ന മഴക്കൊപ്പം അവളുടെ കണ്ണുകളും പെയ്തിറങ്ങി. എന്താ ഇത്, രാത്രി മനുഷ്യനെ ഓർക്കില്ലാന്ന് വെച്ചാ? കാവിലേക്ക് തുളച്ചു കയറുന്ന കുഞ്ഞിന്റെ കരച്ചിൽ സഹിക്കവയ്യാതെ പറഞ്ഞുകൊണ്ട് കയ്യിലൊരു കൂജയും പിടിച്ച് താഴേക്ക് പടികളിറങ്ങുന്നതിനിടെ സൗദാമിനിയുടെ ചുണ്ടുകൾ ഇഷ്ടക്കേടോടെ മുറുമുറുത്തു. അടുത്ത പടിയിലായി കാലെടുത്തു വെച്ചു ദേഹത്തേക്കെന്തോ പാഞ്ഞു വന്നും അവരൊന്നും ഞെട്ടി പുറകിലേക്ക് ആഞ്ഞുപോയി. എങ്കിലും വീഴാതെ ആ മരഗോമണിയുടെ കൈവരിയിൽ പിടിച്ചു നിന്നു. തനിക്ക് മുന്നിൽ പരിഭ്രാന്തനായി കിതച്ചു നിൽക്കുന്നവനെ കണ്ടതും അവരുടെ മുഖം ചുളിഞ്ഞു, കണ്ണുകൾ കൂർത്തു. മുന്നിൽ നിൽക്കുന്നവനെ അവരൊന്ന് ഇരുത്തി നോക്കി. ആകെ വിളറി നിൽക്കുന്ന അവന്റെ കോലവും താഴ്ത്ത മുറിയിൽ നിന്ന് കേൾക്കുന്ന കുഞ്ഞിന്റെ കരച്ചിലും അവർക്ക് കാര്യമെന്താണെന്ന് വ്യക്തമായി കൊടുക്കുന്നുണ്ടായിരുന്നു. അവരവനെന്ന് കണ്ണുറപ്പിച്ച് നോക്കിക്കൊണ്ട് ഒരു സൈഡിലേക്ക് മാറിക്കൊടുത്തു. അവൻ വേഗം പടികൾ കയറി മുകളിലേക്ക് പോയി. അവൻ പോയ വഴിയൊന്ന് നോക്കിക്കൊണ്ട് അവർ താഴെ നീലിയുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. മുറിയുടെ മുന്നിൽ വന്ന് അകത്തേക്ക് നോക്കിയത് അവർ കാണുന്നത് മുട്ടുകാലിൽ മുഖം ഒളിപ്പിച്ച് വെച്ച് കരയുന്നവളെയാണ്. ആ കാഴ്ച അവരുടെ സംശയത്തെ ഉറപ്പിക്കാൻ പോകുന്നവയായിരുന്നു. നീ ഇത് കിടന്ന് തൊണ്ട കാലത്തൊന്നും കേൾക്കണില്ലേ? അവരവളോട് ചോദിച്ചുകൊണ്ട് മുറിയിലെ ലൈറ്റ് ഓണാക്കി അകത്തേക്ക് കയറി. ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നവരറിഞ്ഞതും അവൾ ഒഴുകിയിറങ്ങുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വേഗം എഴുന്നേറ്റ് കുഞ്ഞിനെ എടുത്ത് തോളിലേക്ക് ഇട്ട ശേഷം അവർക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു. എന്നാൽ ആ കണ്ണുകൾ അവളെ തോൽപ്പിച്ചുകൊണ്ട് വീണ്ടും മിഴിനീർ പൊഴിക്കുന്നുണ്ട്. ചുണ്ടുകൾ വിതുമ്പലടക്കാൻ പാടുപെടുന്നുണ്ട്. അപ്പോഴും അവൾ കുഞ്ഞിനെ തോളിലിട്ട് തട്ടിക്കൊടുത്തുകൊണ്ട് അവർക്ക് എതിർവശം തിരിഞ്ഞു പുറത്ത് മഴയിലേക്ക് നോക്കി നിന്നു. സൗദാമിനി അവൾ നോക്കി കാണുകയായിരുന്നു. നടന്ന സംഭവത്തെ തന്നിൽ നിന്ന് മറച്ചു പിടിക്കാൻ പാടുപെടുന്നവളെ കണ്ടിട്ട് അവർക്ക് വലിയ മനസ്സറിവൊന്നും തോന്നിയില്ല. കുഞ്ഞൊരു വീതം ശാന്തമായി ഉറക്കം പറ്റിയതും അവൾ കുഞ്ഞിനെ കിടക്കയിലേക്ക് കിടത്തി. ശേഷം കണ്ണുകളൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞു നിന്നു. തന്നെ ചൂഴി നോക്കുന്ന കണ്ണുകളെ അറിഞ്ഞതും അവൾ വേഗം മുഖം കുനിച്ചു. ഇവിടെ എന്താ നടന്നതെന്ന് ഞാൻ ചോദിക്കണില്ല.
നിന്റെ ഈ നിറഞ്ഞ കണ്ണുകളും അലങ്കോലപ്പെട്ട വസ്ത്രമല്ല എനിക്ക് വേണ്ട ഉത്തരം തന്നു കഴിഞ്ഞു. അവർ പറഞ്ഞതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് കീഴിച്ചുകൊണ്ട് കടിച്ചു പിടിച്ചൊന്ന് വിതുമ്പി. അവർ അവൾക്കരിയിലേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നു. ഈ ചുമരുകൾക്കുള്ളിൽ എന്ത് നടന്നാലും അതൊരിക്കലും ഈ ചുമരുകളെ ഭേദിച്ച് പുറത്തേക്ക് വരരുത്. അതെന്താണെങ്കിലും ഇതിനകത്ത് തന്നെ അവസാനിച്ചിരിക്കണം. അവരവൾ നിറഞ്ഞു തുളുമ്പി ഒഴുകുന്ന മിഴികളിലേക്ക് നോക്കി പറഞ്ഞു. അവൾ ഞെട്ടിക്കൊണ്ട് അവരെ മിഴികൾ ഉയർത്തി നോക്കി. ഇല്ലത്തമ്മേ. അവളുടെ ചുണ്ടുകൾ അവരിൽ നിന്ന് വീണ വാക്കുകൾ തീർത്ത പകപ്പിൽ അവരെ വിളിച്ചു. വലിയ വീട്ടിലെ തണ്ടും തടിയുള്ള ആണുങ്ങൾ സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടാൽ ചിലപ്പോ ഇങ്ങനെയുള്ള കുസൃതികളൊക്കെ കാട്ടിന്നിരിക്കും. അതിനിങ്ങനെ സർവ്വവും മറന്ന് കരഞ്ഞിരിക്കാൻ നിന്നാ നിനക്ക് അതിനെ നേരം കാണും. അവർ പറഞ്ഞതും അവൾ വാപത്തി കരഞ്ഞുപോയി. ഇങ്ങനെ കരയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ഇവിടെ നിനക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ, പെട്ടിയെടുത്ത്. എന്താ? അവർ തനിക്ക് മുമ്പിൽ നിന്ന് വിങ്ങിക്കറിയുന്ന ആ പെൺകുട്ടിയെ നോക്കി ഒട്ടും മയമില്ലാതെ തന്നെ പറഞ്ഞു. ഇന്ന് നടന്ന പോലെ ഇനിയും നടക്കും. വന്നതാരായാലും ഇനിയും നിന്റെ ചൂട് തേടി വരും. നീ ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം ഇതൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവരെ മുഷിപ്പിക്കാതെ നിന്നാ നിനക്ക് നല്ലത്. ഇല്ലാച്ചാ പെട്ടിയും കിടക്കെ എടുത്ത് ഇറങ്ങിക്കോ. അവരവളോട് അർത്ഥമുറിച്ച് പറഞ്ഞുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് നടന്നു. അവളുടെ മനസ്സ് അവർ പറഞ്ഞിട്ട് പോയ വാക്കുകളുടെ മൂർച്ചയിൽ ആഴത്തിൽ തന്നെ മുറിവേറ്റു. അവളൊരു പൊട്ടിക്കരച്ചിലൂടെ താഴേക്ക് ഊർന്നിരുന്നു പോയി. താൻ വന്നുവിട്ട ചതുപ്പ് തന്നെ പയ്യെ പയ്യെ വിഴുങ്ങുന്ന അവൾ അറിഞ്ഞു. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ അവളുടെ ഉള്ളം പിടഞ്ഞു. അന്ന് രാത്രി മുഴുവൻ ഒരു പോള കണ്ണടക്കാനാവാതെ അവളുടെ ചിന്തകളിൽ കഴിഞ്ഞുപോയ നിമിഷങ്ങളൊന്നൊന്നായി നിറഞ്ഞു. പകൽ വെളിച്ചം കണ്ണുകളെ പൊതിഞ്ഞു തുടങ്ങിയതും അവൾ തന്റെ അടഞ്ഞ കണ്ണുകൾ ചിമ്മി തുറന്നു. നോട്ടം ആദ്യം പോയത് അടഞ്ഞിടക്കുന്ന വാതിലിലേക്കാണ്. ആരോ അതിൽ ഉച്ചത്തിൽ തട്ടി വിളിക്കുന്നുണ്ട്. നിമിഷ നേരം കൊണ്ട് അവളുടെ മനസ്സിൽ ഇന്നലെ രാത്രി തനിക്ക് സമ്മാനിച്ച വേദനകൾ ഓരോന്നും മിഴിവോടെ തെളിഞ്ഞു വന്നു. അവളുടെ നീർവറ്റിയ കണ്ണുകൾ വീണ്ടും കണ്ണുനീരിനെ വരവേൽക്കാൻ ഒരുങ്ങി. വാതിലിലെ തട്ട് മുറുകി തുടങ്ങിയതും അവൾ നിറയാൻ വെമ്പുന്ന കണ്ണുകൾ അതിനനുവദിക്കാതെ കിടക്കൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കിയതും ആളിപ്പോഴും നല്ല ഉറക്കമാണ്. നീലി! അവന്റെ ഉറച്ച ശബ്ദം കാതിലേക്ക് എത്തിയതും അവൾ വേഗം നിലത്തുനിന്ന് പെടഞ്ഞെഴുന്നേറ്റു. ഡേ! അടുത്ത വിളി അവനിൽ നിന്നുയർന്നും അവൾ വേഗം കൊടുത്തിരുന്ന എഴുതിന്റെ തലപ്പിൽ മുഖമെന്ന് അമർത്തി തുടച്ചുകൊണ്ട് വാതിലിന് നേർക്ക് നടന്നു. ശേഷം പെട്ടെന്ന് തന്നെ സാക്ഷ്യം മാറ്റി വാതിൽ വലിച്ചു തുറന്നു. എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നു? നീ ഇതേ അവൻ പറയാൻ വന്ന് നിർത്തിക്കൊണ്ട് കണ്ണുകൾ തനിക്കുമ്പിൽ നിൽക്കുന്നവളിലേക്ക് ചൂഴ്ന്നിറക്കി. എന്താ? എന്തിനാ എന്നെ വിളിച്ചേ? അവൾ അവനിൽ നിന്ന് കണ്ണുകൾ പതിപ്പിക്കാനാവാതെ അവ വെട്ടിച്ചു മാറ്റിക്കൊണ്ട് അവനോട് ചോദിച്ചു. അവന്റെ കണ്ണുകൾ അവിടെ കരഞ്ഞു വീർത്ത മുഖത്തേനെ തങ്ങിയിരുന്നു. എന്താ നിനക്ക്? അവനവിടെ മുഖത്തുനിന്ന് കണ്ണുകൾ പറിച്ചു മാറ്റാതെ അവളുടെ ഓരോ ഭാവം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. അവന്റെ ആ ചോദ്യം കേട്ടത് അവൾ പൊടുന്നതിന് അവനെ മുഖമുയർത്തി നോക്കി. ചോദിച്ചു കേട്ടില്ലേ നിനക്കെന്താ പറ്റിയെന്ന്? അവനൊരിക്കൽ കൂടി തന്നെ ചോദ്യം ആവർത്തിച്ചതും അവളുടെ കണ്ണുകൾ വല്ലാതെ പിടഞ്ഞു. അവ ഇന്ദ്രന് പുറകിൽ കുറച്ചു മാറി തങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സൗദാമിൽ ചെന്നെത്തിയതും ആൾക്കുള്ളിൽ വീണ്ടും സങ്കടം മുളപൊട്ടി. നീലി! അവന്റെ വിളിയിൽ അവൾ നിസ്സഹായായി അവനെ നോക്കി. എനിക്ക് വയ്യ. ആൾ അവനെ തീക്ഷ്ണമിഴികളെ നേടാൻ കഴിയാതെ എങ്ങനെയൊക്കെയോ പറഞ്ഞു. എന്താ, പനിയാണോ? അവൻ ചോദിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് നീങ്ങി നിന്ന് കൈയുയർത്തി അവളുടെ നെറ്റിയിൽ വെച്ച് നോക്കാൻ പോയതും അവൾ വേഗം പുറകിലേക്ക് നീങ്ങി. അത് കാണാൻ അവൻ അവളെ മുഖം ചുളിച്ച് നോക്കി. ഇപ്പൊ പനിക്കുന്നുണ്ടോ നിനക്ക്? അവൻ വീണ്ടും അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അവൾ വേഗം ഇല്ലെന്ന് തലയാട്ടി. അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്തെ പതർച്ചയിലും കണ്ണുകളിലെ നീർത്തിളക്കത്തിൽ ഉടക്കി നിന്നു. ശരി, നീ കുളിച്ച് റെഡിയാവാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അവനവളെ വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, എല്ലാം മാറി. ആൾ അതിനെ തടഞ്ഞുകൊണ്ട് അവനെ മുഖമുയർത്തി നോക്കാതെ വേഗം പറഞ്ഞു. നിന്നെ ചുറ്റിപ്പറ്റിയൊരു കുഞ്ഞുള്ളതാ, അതിനോർത്താ ഞാൻ ഈ പറയുന്നത്. അല്ലാതെ നിന്നെയും കെട്ടിയൊരുക്കിപ്പോ എനിക്ക് മുട്ടിന്നിട്ടല്ല. അവൻ അവളെ നോക്കി പല്ലിയരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തുകൊണ്ടോ അവനിൽ നിന്ന് വീണ ആ വാക്കുകൾ അവളിലെ സങ്കടത്തിന്റെ കെട്ടുപിടിക്കാൻ പോകുന്നവയായിരുന്നു. അവൾ കീഴിച്ചുകൊണ്ട് കടിച്ചു പിടിച്ചൊന്ന് വിതുമ്പി. വരണ്ടുണങ്ങിയ കണ്ണീർ തടങ്ങളെ നനച്ചുകൊണ്ട് വീണ്ടും കണ്ണുനീർ പെയ്തിറങ്ങി. ഇങ്ങനെ നിന്ന് മോങ്ങാൻ മാത്രം ഞാൻ എന്താടിപ്പുല പറഞ്ഞു? അവൻ ചോദിച്ചുകൊണ്ട് അവളെ പല്ലിയടിച്ച് നോക്കി നിന്നു. പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റം അവനെ നന്നായി തന്നെ കുഴപ്പിച്ചു. ഇങ്ങനെ കരയാൻ മാത്രം എന്താ താൻ പറഞ്ഞത്? എപ്പോഴും പറയാറുള്ള പോലെ തന്നെയാണ് പറഞ്ഞത്. പിന്നെന്തിനാണ് ഈ കണ്ണുകൾ പെയ്യുന്നത്? ആ ചോദ്യം അവന് വീർപ്പ് മുട്ടിച്ചു. നീ വേറെ റെഡിയായി വാ, ഞാൻ പുറത്തുണ്ടാവും. ആരൊരാൾ നോക്കി പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞടന്നു. അസ്വസ്ഥമായ മനസ്സോടാവും പുറത്തേക്ക് ഒന്നും കാണുന്നത് തൂണിനരികിൽ നിന്ന് ഇങ്ങോട്ടേക്കും എഴുന്നട്ട് നിൽക്കുന്ന അച്ചമ്മയാണ്. അവനവരെ നെറ്റി വിളിച്ച് നോക്കിയതും സൗദാമിനി അത് കണ്ടൊന്ന് പരിങ്ങിക്കൊണ്ട് അകത്തേക്ക് പോയി. അതുകൂടി ആയതും ഇന്ദ്രന്റെ മനസ്സ് കലുഷിതമായി. കൺമുന്നിൽ ഇപ്പോഴും വാതിൽ തുറന്നപ്പോൾ അവളുടെ കോലവും തന്നെ മിഴി നിറച്ച് നോക്കി ആ നോട്ടവും മിഴിവോടെ നിൽക്കുന്നുണ്ട്. അവനവളുടെ മുറിയിലേക്കൊന്ന് പിന്തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ എത്ര പിടിച്ചു വെക്കാൻ നോക്കിയിട്ടും അതിന് കഴിയാത്ത വിധം നിറഞ്ഞുകൊണ്ടിരുന്നു. സങ്കടം സഹിക്കാൻ കഴിയാതെ അവൾ കട്ടിലിരുന്ന് മുഖം പൊത്തി കരഞ്ഞു. തന്നെ ഇവിടെ കൊണ്ടുവന്ന ആൾക്ക് വരെ താനൊരു ബാധ്യതയാണെന്ന് അവളുടെ മനസ്സ് അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. തന്നെ തനിച്ചാക്കി പോയ അച്ഛനോടും അമ്മയോടും അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ഇനിയുള്ള ഇവിടുത്തെ ദിനരാത്രങ്ങളുടെ ഓർമ്മയിൽ അവളൊന്നും പൊള്ളിപ്പിടഞ്ഞു പോയി.
ഓരോ തുള്ളി കണ്ണുനീരായി ആ കണ്ണുകളിൽ നിന്ന് വാർന്നിറങ്ങുമ്പോഴും അവളുടെ കണ്ണ് മനസ്സ് ഒരുപോലെ നീറി. ആരോ വാതിൽ ചേർത്തടച്ച് കുറ്റിയിടുന്ന ശബ്ദം കേട്ടതും അവൾ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവിടേക്ക് നോക്കിയതും കാണുന്നത് വാതിൽ ചാരിയുന്നുകൊണ്ട് നെഞ്ചിൽ കൈകെട്ടി വെച്ച് തന്നെ ഗൗരവത്തോടെ നോക്കി നിൽക്കുന്ന ഇന്ദ്രനെയാണ്. ആ കാഴ്ചയിൽ അവളൊന്ന് ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി. അവൻ തനിക്കുമ്പിലിരിക്കുന്നവളിൽ നിന്ന് ദൃഷ്ടി മാറ്റാതെ അവളെ തന്നെ പഠിച്ചുകൊണ്ട് അവിടെ നിന്നു. അവൾ അവന്റെ കൂർമ്മ ബുദ്ധിയെ നേരിടാനാവാതെ കുഴഞ്ഞു. എന്താ നിനക്ക്? ഒരു പനി വന്നതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത്? അവനവിടുന്ന് ഒരു അടി പോലും ചലിക്കാതെ അവൾ നോക്കി ചോദിച്ചു. അവളൊന്നും പറയാതെ മുഖം കുനിച്ചിരുന്നു. നിന്നോടാ ഞാൻ ചോദിച്ചത്, ഒരു പനി വന്നതിന് എന്തിനാടി നീ ഇത്തരം പ്രഹസനങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? അവന്റെ ശബ്ദം നന്ദി ഉയർന്നു കേട്ടതും അവൾ തന്നെ നിറഞ്ഞു വരുന്ന കണ്ണുകൾ ഇറുക്കെ മൂടി. നീലി! അവളിൽ നിന്ന് ഉത്തരവൊന്നും വരാതെയായതും അവൻ അവളെ ശാസനയോടെ വിളിച്ചു. എന്തിനാ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന്? ആർക്കൊരു ബാധ്യതയാവാതെ ഞങ്ങൾ രണ്ടാൾ അവിടെ എത്തി നിൽക്കുമായിരുന്നല്ലോ. പിന്നെ എന്തിനാ ഞങ്ങൾ രണ്ടാൾ ഇവിടെ കൂട്ടിയത്? അവൾ കരങ്ങി പറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവർ നോക്കി ഉറച്ച സ്വരത്തിൽ ചോദിച്ചു. അവന്റെ ഉള്ളം അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിന്റെ പൊരുൾ തേടി അലയാൻ തുടങ്ങി. ഇത്ര നേരം കരഞ്ഞു നിലവിളിച്ച പെണ്ണല്ല തനിക്ക് മുമ്പിൽ ഇരിക്കുന്നെന്ന് അവന് തോന്നി. ആ കണ്ണുകളിൽ എരിയുന്ന കനൽ ആരെയോ ചുട്ടരിക്കാൻ പാകത്തിനുള്ളതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൾ ഇരുന്നിടത്ത് എഴുന്നേറ്റുകൊണ്ട് അവനരികിലേക്ക് ചൂട് വെച്ചു. ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ടേക്കില്ലാന്ന്. അവൾ വീതുമ്പുന്ന ചുണ്ടുകൾ അടക്കാൻ പാടുപെട്ടുകൊണ്ട് കവിൾ തടത്ത് നനയിച്ചൊഴുകിയിറങ്ങുന്ന മിഴിനീർ തുള്ളികളെ തുടച്ചു മാറ്റാതെ അവനരികിലേക്ക് ചൂടുകൾ വെച്ച് കണ്ണുകളിൽ അങ്ങേയറ്റം നിസ്സഹായത നിറച്ച് അവനോട് ചോദിച്ചു. അവൻ ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെ ഒരു രൂപത്തിലും ഭാവത്തിലും കാണുന്നത്. അവളെ ഈ വിധം പിടിച്ചുലക്കാൻ മാത്രം എന്താണ് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് നടന്നതെന്നറിയാതെ അവന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ ആത്മാഭിമാനത്തെ പറ്റിയും ഇങ്ങനെ എല്ലാവർക്കും മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നതിനെ പറ്റിയൊക്കെ. എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ ഒരാൾക്ക് മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി നിന്നിട്ടില്ല. അല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എൻ്റെ അച്ഛനെ തള്ളിയിട്ടിട്ടില്ല. ആ വാക്കുകൾ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അത്രയും ഉറപ്പോടെയാണ് പറഞ്ഞത്. അതവന്റെ നെഞ്ചിൽ തന്നെ തറഞ്ഞു കയറിയിരുന്നു. കൂടെ ഉണ്ടായിരുന്നു, മരിക്കോളം എനിക്ക് കാവലായിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് മുമ്പിൽ എന്നെ വലിച്ചു കയറിക്കോളം എറിഞ്ഞു കൊടുത്തിട്ടില്ല, പൊതിഞ്ഞ് പിടിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ ഈ നിമിഷം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു ആ നെഞ്ചിലെ ചൂട്. ഇവിടേക്ക് വന്നേ പിന്നെ എനിക്ക് നഷ്ടപ്പെട്ടത് അതാ. അത് പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ വല്ലാതെ വിതുമ്പിപ്പോയി. ആ തണലിൽ നിൽക്കുമ്പോൾ മാത്രം ഞാൻ സുരക്ഷിത. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് അതെനിക്ക് ബോധ്യായി. അവൾ ഇന്നലത്തെ സംഭവവികാസങ്ങളുടെ ഓർമ്മയിൽ മിഴികളൊന്നുകൂടെ ഇറക്കി മൂടിക്കൊണ്ട് പറഞ്ഞു. നീലി! അവന്റെ ഉള്ളിലെ മാനസിക സമ്മർദ്ദം അടക്കാൻ കഴിയാതെ അവനവളെ വിളിച്ചു. വരരുതായിരുന്നു, ഞാൻ ഇടയ്ക്ക് വരാൻ പാടില്ലായിരുന്നു. ചെറുതിലെ അച്ഛനൊപ്പം വന്നപ്പോൾ കണ്ട നാൽപ്പാട്ട് തറവാടും ഇതും തമ്മിൽ രാവും പകലും പോലും വ്യത്യാസമുണ്ട്. അന്ന് എന്നെ സ്നേഹത്തോടെ നോക്കിയ മിഴികളിലല്ല ഇന്നെന്നോടുള്ള വെറുപ്പ് മാത്രം. അവർക്കാർക്കും ഞാൻ ഇന്ന് ആരുമല്ല. തെരുവിൽ നിന്ന് എടുത്തു വളർത്തിയ വളർത്തുനായോട് കാണിക്കുന്ന കാരുണ്യം പോലും ഒരു മനുഷ്യ സ്ത്രീയായ എന്നോട് കാണിക്കാതിരിക്കാൻ മാത്രം ഞാൻ എന്തെല്ലാവരോടും ചെയ്തു. ആളവന്റെ കണ്ണുകളിലേക്ക് നോക്കി അങ്ങേയറ്റം ദയനീയമായി ചോദിച്ചതും അവൻ ആ കണ്ണുകളെ നേരിടാനാവാതെ മിഴികൾ അവളിൽ നിന്നും പറിച്ചു മാറ്റി. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ തമ്പുരാക്കന്മാരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഇല്ല. ഒന്നും വിശ്വസിച്ചിരുന്നില്ല ഞാൻ ഇന്നലെ രാത്രി വരെ. അവളത് പറഞ്ഞു അവനാളെ മുഖം ചുളിച്ചു നോക്കി. അറിയായിരുന്നില്ലേ ഇവിടെയുള്ള ഓരോരുത്തരുടെയും സ്വഭാവം എങ്ങനെയൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അറിയായിരുന്നില്ലേ? ആളവന്റെ മുമ്പിലേക്ക് കയറിയെന്നോട് ചോദിച്ചു. ഒന്നും അറിയാതെ പോയത് ഞാനല്ലേ? ആൾ വിങ്ങലോടെ പറഞ്ഞു. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്നെ ഒന്നും അറിയിക്കാതെ എന്ത് വിശ്വാസത്തിന്റെ പുറത്താ എന്നെ മോളെ ഇങ്ങോട്ട് കൂട്ടിയത്? ആൾ അവനെ നോക്കിയൊന്ന് ഏങ്ങിക്കൊണ്ട് തിരക്കി. ആരും ഇല്ലാത്തവരല്ലേ, എവിടെ കിടന്ന് ചത്താലും ചോദിച്ചു വരാനില്ലല്ലോ അല്ലേ? അവൾ ഒഴുകിയിറങ്ങുന്ന മിഴിനീർ തുടച്ചുകൊണ്ട് അവനെ നോക്കി നെഞ്ചിൽ കനക്കുന്ന നോവോടെ ചോദിച്ചു. നീലി! അവന്റെ ശബ്ദം ഒരു ഗർജനം പോലെ അവൾക്ക് നേരെ ഉയർന്നു. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ നീ നിന്റെയും കുഞ്ഞിനെയും കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന്. സത്യത്തിൽ എന്നെ എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കുഞ്ഞിനെ നോക്കാനോ അതോ? അവൾ പറയാമെന്ന് പൂർത്തിയാക്കാൻ കഴിയാതെ അവളിൽ നിന്ന് മുഖം വെട്ടിച്ച് മാറ്റി. അവനോട് രണ്ട് തോളിലും പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. അവൾ കണ്ണുകൾ ഇറുക്കെ മൂടി അങ്ങനെ നിന്നു. ഇനി ഒരക്ഷരം നീ മിണ്ടിയ അവൻ അവളോട് താക്കിയതോടെ പറഞ്ഞു. എനിക്കെന്റെ വീട്ടിൽ പോകണം. അവൾ കണ്ണുകൾ തുറക്കാതെ അവനോട് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ആരായിരുന്നു അത്? അവൻ അവളിലെ പിടിയൊന്നുകൂടെ മുറുക്കിക്കൊണ്ട് മുരണ്ടുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല, അറിയാൻ വേണ്ട. നീ എൻ്റെ വീട്ടിൽ പോയാൽ മതി. ഞങ്ങൾ കൊണ്ടാക്കിത്ത അവിടെ കിടന്ന് ചത്താലും കുഴപ്പമില്ല. അവൾ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ ഇറുക്കെ മൂടി അവന് മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി. അവളുടെ ഓരോ തുള്ളി കണ്ണുനീരും തന്നെ നെഞ്ചിനെ പൊള്ളിക്കുന്നവൻ അറിഞ്ഞു. ഇവിടെ ആരും ഒരു മനുഷ്യജീവിയായിട്ട് പോലും കാണില്ല. ഇന്നലെ ഇവിടെ നടന്നൊക്കെ അറിഞ്ഞ് നിങ്ങളുടെ അച്ഛമ്മ എന്താ പറഞ്ഞെന്നറിയോ? ഇവിടെ എന്ത് നടന്നാലും
അത് ഈ മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങണമെന്ന്, വെളിയിൽ അറിയിക്കരുതെന്ന്. വലിയ വീട്ടിലെ ആണുങ്ങൾ ഇങ്ങനെയൊക്കെ യാത്ര, ഇതൊക്കെ സഹിച്ച് നിൽക്കണേ നിന്നാ മതിയെന്ന്, അവരെ മോഷിപ്പിക്കരുതെന്ന്. എൻ്റെ ചൂട് തേടി വരുന്നവർക്ക് മുമ്പിൽ ഞാൻ മടിക്കു തഴിക്കണം പോലും. അവളത് പറഞ്ഞു നിർത്തിയതും ഇന്ദ്രന്റെ കൈമുഷ്ടി ചുരുണ്ടു വന്നു. അവന്റെ കണ്ണുകൾ ഇറുക്കി അടച്ച് വന്ന ദേഷ്യം സ്വയം നിയന്ത്രിച്ചു. അങ്ങനെയൊന്ന് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ നാൽപ്പാട്ട് കൊച്ചമ്പുരാൻ പറഞ്ഞില്ലല്ലോ, അതോ നീലി അങ്ങനെയുള്ളവളാണെന്ന് നിങ്ങളും വിധി എഴുതിയോ? അവൾ ചോദിച്ചിരുന്നു. അവനോടെ മേശമേലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തട്ടിയെറിഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് അവളെ എരിയിച്ചു കളയും വിധമൊന്ന് നോക്കി. താഴെ വീണ് ചിതറിയ സാധനങ്ങളുടെ ശബ്ദത്തിൽ കുഞ്ഞുണർന്നു. അടുത്ത ആളെ കാണാതായതും ചിണുങ്ങി കരയാൻ തുടങ്ങി. അങ്ങനെയാണോടി പുലേ ഞാൻ നിന്നെ കണ്ടത്? അതിനു വേണ്ടിയാണോടി ഞാൻ നിന്നെ ഇവിടെ എന്റെ കൺവെട്ട് തന്നെ കൊണ്ടുനിർത്തിയത്? അവനും അവളോട് മുരണ്ടു. അവൾ അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് വിതുമ്പി. എന്നെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കണേ? ഞാൻ എന്ത് ചെയ്തിട്ടാ എല്ലാരും കൂടി എന്നെ എങ്ങനെ? അവൾ ചോദിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങുന്ന കണ്ണുകൾ അമർത്തി തുടച്ചു. അവൻ ദേഷ്യമടക്കാൻ കഴിയാതെ ഭിത്തിയിലേക്ക് ആഞ്ഞിടിച്ചു. അവൾ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവനെ തള്ളി മാറ്റിക്കൊണ്ട് കരയുന്ന കുഞ്ഞിനടുത്തേക്ക് നീങ്ങിയതും ഇന്ദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൾ വീണ് തനിക്ക് മുമ്പിൽ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. അവൻ നിന്നെ എന്താ ചെയ്തത്? അവൻ ചോദിച്ചു. അവളുടെ ചുണ്ടുകൾ വിതുമ്പി ഉറച്ചു. നീലി. അവൻ അവൾക്ക് ഇരുവശവും കൈകൾ കുത്തിവെച്ചുകൊണ്ട് വിളിച്ചു. അവൾ മുന്നിലേക്ക് നീണ്ടിടക്കുന്ന മുടികളെ വകഞ്ഞു മാറ്റി അവന് മുന്നിൽ കഴുത്തി ചിരിച്ച് കാണിച്ചു കൊടുത്തു. വട്ടത്തിൽ ചോരയിനിഞ്ഞെടുക്കുന്ന പല്ലിന്റെ പാട് കണ്ടതും അവന്റെ കണ്ണുകൾ ഇറുക്കെ മൂടി ഭിത്തിയിൽ വെച്ചിരുന്ന അവന്റെ കൈമുഷ്ടികൾ ചുരുണ്ടു വന്നു. കുഞ്ഞ് കരയുന്ന കേട്ടില്ലേ? മാറി, എനിക്ക് പോണം. അവൾ തന്റെ കഴുത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നവനെ നോക്കാതെ പറഞ്ഞു. അവൻ അവൾക്ക് മുമ്പിൽ നിന്ന് മാറിക്കൊടുത്തു. അവൾ ധൃതിയിൽ കുഞ്ഞിനടുത്തേക്ക് പോയി കുഞ്ഞിനെ എടുത്ത് തോളിലേക്ക് ഇട്ടു. എന്തിനങ്ങനെ കരയണ കുഞ്ഞി? ഞാൻ വന്നല്ലോ, പിന്നെ എന്താ? അവൾ തന്നെ തോളിൽ കിടന്ന് കരയുന്ന കുഞ്ഞിനോട് ചോദിച്ചുകൊണ്ട് അവളെ തട്ടിക്കൊടുത്തു. ഇന്ദ്രൻ ഒരു നിമിഷം അവിടെ ആ ഭാവപകർച്ച നോക്കി നിന്നുപോയി. ഇത്ര നേരം തനിക്ക് മുമ്പിൽ നിന്നവളല്ലാതെ നിന്നത് അവനെ തെല്ലുന്ന ആശ്ചര്യത്തിലാഴ്ത്തി. അവൻ അവളെ നോക്കിക്കൊണ്ട് പിന്തിരിഞ്ഞ് നടക്കാനാഞ്ഞതും പോലെ അവൾ അവനോട് വിളിച്ചു പറഞ്ഞു. അവൻ അവളെ എന്തെന്ന അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. എനിക്കൊന്ന് കുളിക്കണം, ഞാൻ വരുന്നവരെ അവളെ പിടിച്ചേ. അവൾ തന്നെ തോളിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇന്ദ്രൻ നേർക്ക് വെച്ച് നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി. കുഞ്ഞ് അവളെ വിട്ട് അവന്റെ തോളിലേക്ക് ചാഞ്ഞു. അവൾ പിന്തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിയതും ഇന്ദ്രൻ അവളുടെ കയ്യിൽ പിടിച്ച് തനിക്കരിയിലേക്ക് നീക്കി നിർത്തി. അവൾ അവനെ പിടച്ചിലോടെ നോക്കി. നിന്നെ വേണ്ട പോലെ ശ്രദ്ധിക്കാത്തത് എന്റെ തെറ്റാ. ഇനി ആ തെറ്റൊരിക്കലും ആവർത്തിക്കാത്ത വിധം ഞാൻ തിരുത്തിക്കൊള്ളാം. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അത്രയും ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞുമായി വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.